ഇഞ്ചക്ഷൻ വേണ്ട, ഗുളിക മതി. ഇഞ്ചക്ഷൻ അടിക്കണ്ട, ഇഞ്ചക്ഷൻ അടിച്ചാൽ എനിക്ക് പേടിയാണ്. ആ കുട്ടിയാണ്, എനിക്ക് പേടിയാണ് ഡോക്ടർ. ഇഞ്ചക്ഷൻ ഒന്നും എടുക്കല്ലേ നിങ്ങൾ? അതെന്താണ് ഡോക്ടറെ? അല്ല നിങ്ങൾ ഇത് തരി, എനിക്ക് ഗുളിക അവിടുന്ന് എഴുതി തരും. ഇതാ ഇവിടെ ഇരുന്നിട്ട് എഴുതിയാൽ മതി. ഇവിടെ ഇരുന്നിട്ട് നിങ്ങളെ കയ്യിൽ ഉള്ള ഡയറിയിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാ നിങ്ങളുടെ ഡയറി, ഇതാ നിങ്ങളുടെ ഡയറി. ഡയറിയിൽ എഴുതിയിട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് അവിടെ തന്നെ പറഞ്ഞു തന്നേക്ക്. ഇഞ്ചക്ഷൻ അല്ലല്ലോ. ആ ഇഞ്ചക്ഷൻ അടിക്കണം ഡോക്ടർ. ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാണ്. വലിയ സൂചിയാണല്ലോ നിങ്ങളെ കയ്യിലുള്ളത്. മരുന്ന് കുടിക്കുന്ന സാധനമാണ്. ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാല്ലേ? ആയിക്കോട്ടെ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഭക്ഷണം? എന്തൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത്? എന്തൊക്കെ ഭക്ഷണം? എന്ത്? ആ കുഴിമന്തിയും പിന്നെ ബിനാരിയാ? ആ ഡോക്ടർക്ക് ബിരിയാണി എന്ന് പറയാൻ അറിയില്ല അല്ലേ? ഡോക്ടർ കളിയാക്കൂല. അല്ല ബിരിയാണിയാണ് ഉദ്ദേശിച്ചത് ഡോക്ടർ. ബിരിയാണി അല്ലേ? ഡോക്ടർ എന്ന് പറഞ്ഞോട്ടെ, ശരിക്കും പറഞ്ഞോട്ടെ, ബിരിയാണി എന്ന് പറഞ്ഞോട്ടെ. ഒന്ന് പറഞ്ഞു നോക്കി, പറ്റുമോ നോക്കി. വേറെ രോഗികൾ വരുമ്പോൾ ഇനി മര്യാദയ്ക്ക് ബിരിയാണി എന്ന് പറയാൻ പറ്റാത്ത ഡോക്ടറാണെന്ന് വിചാരിക്കും ഒരു. അല്ല നിങ്ങൾ ഡോക്ടർ ഒന്ന് ബിരിയാണി എന്ന് പറഞ്ഞാട്ടോ, ഒന്ന് കേൾക്കട്ടെ. അല്ല ബിരിയാണി എന്ന് പറഞ്ഞാണോ ഡോക്ടർ? ആ ഒന്ന് ശരിക്കും മുഴുവനായിട്ട് ആ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ ഡോക്ടർ. ഡോക്ടർ മലയാളി അല്ല അല്ലേ? ഇംഗ്ലീഷാണ് ഫുള്ള് പഠിച്ചല്ലേ? ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണ് അങ്ങനെ ഡോക്ടർ. അതുകൊണ്ടാണ് മലയാളം ശരിക്കും അറിയാത്തല്ലേ? അല്ല ഡോക്ടർ ഇവിടെ ഇരിക്കും. എന്തൊക്കെയാ ഭക്ഷണ കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ എന്തൊക്കെയാ? ബിരിയാണി കഴിക്കാൻ പാടില്ല. ആ പിന്നെ കുടിക്കാൻ പാടില്ല. വെൽഡ് ഏത്? പെപ്സിയാ? അല്ല ഡോക്ടറെ, പെപ്സി അല്ലേ? ഡോക്ടർ പെപ്സി എന്ന് പറഞ്ഞിട്ട് പെപ്സി കൊക്കക്കോള കുടിക്കാൻ പറ്റുമോ? എന്ത് പൊടിമരുന്നാണ് ഡോക്ടർ? പൊടിമരുന്ന് എന്ത് എഴുതി തന്നുണ്ടോ? ഇങ്ങോട്ട് അത് അവിടെ ഇരിക്കും ഡോക്ടർ. ഇങ്ങോട്ട് പെപ്സിയിലാണിട്ട് കുടിക്കണേ? കൊക്കക്കോളയിലിട്ട് കുടിക്കാറുണ്ട്. അതെടുത്ത് അതിലേക്ക് പിന്നെ കുടിക്കുക, പിന്നെ കുടിച്ചാൽ മതി. പോയി വാങ്ങണം. അല്ല ഡോക്ടർ, എൻ്റെ ഭാര്യയോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഭാര്യനോടൊന്ന് പറഞ്ഞാണെന്ന് വിളിച്ച് പറഞ്ഞേണ്ട കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേക്ക് നിങ്ങൾ. പറഞ്ഞോ? എന്നാ ഡോക്ടറോട് വരും. ഇവിടെ ഇരിക്കുക ഡോക്ടർ. ഇഞ്ചക്ഷൻ അടിക്കാൻ വരിക? വേറെ രോഗിക്കുള്ള ഇഞ്ചക്ഷൻ. കുട്ടികൾ അടുത്ത രോഗികൾ വരുമ്പോൾ അവർക്ക് അടിക്കാനുള്ള അല്ലേ? ഡോക്ടർ എവിടുന്ന് ഇതൊക്കെ പഠിച്ചത്? ഈ ചികിത്സക്ക് എവിടുന്നാ പഠിച്ചത്? എവിടുന്ന്? മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചതാ? കോളേജിൽ നിന്നാണ് പഠിച്ചത്? ഡോക്ടർ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണല്ലേ? നന്നായിട്ട് പഠിക്കില്ലേ ഡോക്ടർ? ഡോക്ടർ സ്കൂളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിയ ആളാ ആണോ?
അങ്ങനെ നന്നായിട്ട് പഠിച്ചാലേ ഡോക്ടറൊക്കെ ആവാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ എൻ്റെ മോളോട് പറയണം നന്നായിട്ട് പഠിക്കാൻ വേണ്ടി. എൻ്റെ മോള് തീരെ പഠിക്കില്ല, പഠിത്തത്തിൽ വളരെ ബാക്കോട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ, നന്നായിട്ട് പഠിച്ചാൽ ഇങ്ങനെ ഡോക്ടറൊക്കെ ആവാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഡോക്ടർ പറഞ്ഞതാണെന്ന് പറയാം മോളോട് ഞാൻ പറഞ്ഞു. അതെ പറയാം മോളോട്. ഓള് ഭയങ്കര മടിയാണ് ഓക്ക്. രാവിലെ എണീക്കാൻ മടി, പിന്നെ സ്കൂളിൽ പോകാൻ മടി, പഠിക്കാൻ മടി. പഠിക്കാണ്ടിരിക്കുമ്പോഴേക്കും ഓക്ക് വെള്ളത്തിന് ദാഹിക്കുക, പിന്നെ ഉറക്കം വരിക, വിശക്കുക, ഭയങ്കര ഇതൊക്കെയാണ് എൻ്റെ മോൾക്കുള്ള കുഴപ്പങ്ങൾ. അതൊക്കെ ഇതെങ്ങനെ നിർത്തുക ഡോക്ടറെ? പഠിച്ചാൽ അടി കൊടുത്താൽ നിൽക്കുമോ? നല്ല അടിക്കല്ല എന്നാല് നല്ല ചോറിൽ വാങ്ങിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ അടിച്ച് തോലിൻ്റെ പൊളിച്ചെടുത്താലും അങ്ങനെ ഉണ്ടാവും. കുട്ടി പഠിക്കാൻ പറയുമ്പോ മോളെ എഴുതിക്കോ പറയാം, പിന്നെ നാളെ വരുമ്പോ. അല്ല ഈ മോളെ ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കുമ്പോൾ നല്ല മോളെ സ്നേഹിച്ച് പഠിപ്പിക്കണോ അല്ലെങ്കിൽ നല്ല അടി കൊടുക്കണം? അല്ല അടിച്ച് പഠിപ്പിക്കണ്ട. അല്ല അതല്ല ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ മോളെ ഈ ഉറക്കം, ഈ പഠിക്കാതിരിക്കുമ്പോൾ ഉറക്കം വരുന്നത്, വിശക്കണത്, വെള്ളത്തിന് ദാഹിക്കണത്, ഇതൊക്കെ എങ്ങനെ നിർത്തുക? ഏത് ആ സൂക്കട് മാറ്റാനോ? ഈ ഉറക്കം വരുന്നൊക്കെ ഇത് മാറ്റാനോ? അതിനാണ് നല്ല ചോറിൽ വാങ്ങിക്കൊണ്ടുവന്ന് അടിച്ച് ശരിയാക്കിയാൽ പോരെ? ഡോക്ടർ പറഞ്ഞാന്ന് പറയാം, മോളോട് പറയാം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അടിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇന്നലെ ചോറിൽ വാങ്ങിക്കൊണ്ടിരുന്നാല് ഇന്ന് എന്നായിക്കോട്ടെ എന്നാല് അങ്ങനെ ചെയ്യട്ടെ എന്നാല്.